ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോരോ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുമ്പോൾ, നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പല നന്മകൾ കടന്നു വരുമ്പോൾ, ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 10-ാം തിരുവചനം. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനല്ല നോക്കുന്നത്. ഫലം എന്തും ആകട്ടെ, മറ്റുള്ളവർ അതിനെക്കുറിച്ച് എത്ര വേണമെങ്കിൽ പൊക്കി പറഞ്ഞോട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാനല്ല പറയുക. സുവിശേഷം പറയാൻ്റെ ക്രെഡിറ്റ് ദൈവത്തിനും കൊടുത്തേക്കുക. നീ പറയേണ്ട ഇപ്രകാരമാണ്: എന്നോടത് കൽപ്പിച്ചു, ഞാനത് നിർവഹിച്ചത് മാത്രമേ ഉള്ളൂ, ഞാനൊരു ദാസൻ. ക്രെഡിറ്റ് അങ്ങോട്ട്. അതൊരു സുന്ദരമായ ഒരു ആശയമാണ്. ജീവിതത്തിൽ നീ എടുക്കുന്ന അധ്വാനത്തിൻ്റെയും നീ എടുക്കുന്ന പ്രയത്നങ്ങളുടെ എല്ലാം ഫലം, ക്രെഡിറ്റ് കർത്താവിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത്. സ്വർഗം നിന്റെ ക്രെഡിറ്റുകൾ സ്വീകരിക്കുമ്പോൾ തിരിച്ച് അനുഗ്രഹങ്ങളാണ് നിന്റെ ജീവിതത്തിൽ കടന്നു വരിക. അങ്ങനെ സ്വർഗത്തിന് അനുരൂപമായ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് പറ്റുക. ലക്ഷ്യം സ്വർഗമാകട്ടെ, കൂട്ടുപിടിക്കുന്നത് ദൈവമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ക്രെഡിറ്റ് നോക്കാതെ എല്ലാ മഹത്വവും നിനക്ക് തന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അങ്ങേ പോലോ